ഞാനിത് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് തണ്ണീർമുഖം ഫിഷ് മാർക്കറ്റാണ്. ഞങ്ങൾ കുറച്ച് മീൻ മേടിക്കാനായിട്ട് ഞാനും ജോത്സനും അന്നയും കൂടി പോവുകയാണ്. അന്ന അതിനിടയ്ക്ക് കുറച്ച് പാട്ടൊക്കെ പാടി കേൾപ്പിക്കുകയാണ്. രണ്ട് പാട്ടൊക്കെ പാടി, പിന്നെ പാടാൻ ആൾക്ക് മടിയാണ്. അങ്ങനെ ഞങ്ങൾ തണ്ണീർമുഖം ഫിഷ് മാർക്കറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞങ്ങളെത്തി. ഇതാണ് തണ്ണീർമുഖം ഫിഷ് മാർക്കറ്റ്. അതിന് മുൻപിൽ അവരൊരു ചെറിയ ഒരു ഫോട്ടോയൊക്കെ വെച്ചിട്ടുണ്ട് മീനിൻ്റെ. കണ്ടോ, നമുക്ക് ഏത് തരം മീനും ഇവിടെ വാങ്ങിക്കുവാനായിട്ട് നമുക്ക് കിട്ടും. ചെറിയ കരിമീനും വലിയ കരിമീനൊക്കെ വേർതിരിച്ച് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ കാളാഞ്ചി, ചെമ്പല്ലി, വാള, അങ്ങനെ പല സൈസിലുള്ള വലിയ വലിയ മീനുകൾ, കട്ട്ള, അങ്ങനെ വലിയ വലിയ മീനുകൾ, ഞണ്ട്, ജീവനുള്ള ഞണ്ടാണ്. കണ്ടോ, കെട്ടി വെച്ചിരിക്കുക, അല്ലെങ്കിൽ നമ്മളത് ശരിയാക്കും. ഇത് വലിയ കരിമീൻ, മറ്റത് ചെറിയ കരിമീൻ. വലിയ മുഴുപ്പ് വ്യത്യാസമൊന്നുമില്ല, ചെറുതായിട്ട്. ആർക്ക് വേണമെങ്കിലും നമ്മൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും വന്ന് വാങ്ങിക്കാം. ഇത് ചെമ്മീൻ, ഇത് ചെറിയ കൊഴുവ, ചെമ്മീൻ, ചെറിയ കൊഴുവ, വലിയ കൊഴുവ. ഇത് ജീവനുള്ള വരാലാണ്. കണ്ടോ, അത് നമ്മൾക്ക് ഓർഡർ ചെയ്യുകയാണെങ്കിൽ അവരതെടുത്ത് തൂക്കി നമുക്ക് വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ അവർ വൃത്തിയാക്കി തരും. വൃത്തിയാക്കണതിന് നമ്മൾ സെപ്പറേറ്റ് പൈസ കൊടുക്കണം കേട്ടോ. ചിലയിടത്തൊക്കെ നമുക്ക് മീൻ വാങ്ങിക്കുമ്പോൾ അതോടൊപ്പം തന്നെ വൃത്തിയാക്കിയും കിട്ടും. പക്ഷെ ഇവിടെ വൃത്തിയാക്കണമെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് പൈസ കൊടുക്കണം. കണ്ടോ, എത്ര പെട്ടെന്നാണ് അവർ വൃത്തിയാക്കണമെന്ന് നോക്കിയാൽ. ആരോ ഓർഡർ ചെയ്ത മീനാണത്. വലിയ മീനാണ്. കണ്ടോ, അത് ചെമ്പല്ലിയാണെന്ന് തോന്നുന്നു, വലുത്. അപ്പോൾ അത് നിഷ്പ്രയാസം അവർ പെട്ടെന്ന് വൃത്തിയാക്കുന്നത് കണ്ടോ. നമ്മൾക്കാണെങ്കിൽ പറ്റത്തില്ല. കണ്ടോ, ഈ കായലിൽ നിന്നാണ് ഇവരിത് ഈ മീൻ പിടിക്കുന്നതെന്നാണ് പറയുന്നത്. കണ്ടോ, വലിയ വലിയ മീൻ നിഷ്പ്രയാസം അവർ പെട്ടെന്ന് വൃത്തിയാക്കി തരും. 1 കിലോ മീൻ വൃത്തിയാക്കുന്നതിന് 20 രൂപയാണ് അവരുടെ ചാർജ്. അത് നമ്മൾ സെപ്പറേറ്റ് കൊടുക്കണം. ഏത് സമയത്ത് നമ്മൾക്ക് ഇന്ന സമയമൊന്നുമില്ല. രാവിലെ ആണെങ്കിൽ, ഉച്ചയ്ക്കാണെങ്കിലും, വൈകുന്നേരം ആണെങ്കിലും, എപ്പോൾ ചെന്നാലും അവരുടെ മീൻ അവൈലബിൾ ആണ്. അടച്ചിടത്തൊന്നുമില്ല. അവരേത് സമയം തുറന്നിടും. അപ്പം നമ്മൾക്ക് പല കടകളുണ്ട്. അതിലൊരു സെക്ഷനാണിത്. എല്ലാ സെക്ഷനിലും ധാരാളം മീനുണ്ട്. നമ്മൾക്ക് ഏത് തരത്തിലുള്ള മീൻ വേണമെങ്കിലും നമുക്ക് കിട്ടും. അതുപോലെ ഞണ്ടൊക്കെ ആണെങ്കിലും നമുക്ക് അവർ വൃത്തിയാക്കി തരും. ഈ കായലിൽ നിന്നാണ് അവർ ഈ മീൻ പിടിച്ച് ഇവിടെ വിൽക്കുന്നതെന്നാണ് അവർ പറയുന്നത്. അന്നയ്ക്ക് ഭയങ്കര സന്തോഷമായി മീനൊക്കെ കണ്ടപ്പോൾ. അവൾ വളരെ ആസ്വദിച്ചു. ഇത് ചെറിയതും വലുതും ഉള്ള കരിമീൻ ടൈപ്പാണ്. നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവർ തൂക്കി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വൃത്തിയാക്കി തരും. അതിന് ആലപ്പുഴ, ചേർത്തലയിൽ നിന്ന് ആലപ്പുഴയ്ക്ക്, ചേർത്തലയ്ക്ക്, ആലപ്പുഴയ്ക്ക്, കോട്ടയത്ത് അങ്ങനെയുള്ള പോകുന്ന നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾക്ക് മീൻ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വണ്ടിയിൽ കൊണ്ടുപോകാനുള്ള സൗകര്യത്തിന് അവർ നുറുക്കി വൃത്തിയാക്കി ഐസിട്ട് അവർ തരും. 3 മണിക്കൂറോളം നമ്മൾക്ക് ഐസിടേണ്ട ആവശ്യമില്ല എന്നാണ് അവർ പറയുന്നത്. 3 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള യാത്രയാണെങ്കിൽ അവരതിനനുസരിച്ച് ഐസൊക്കെ ഇട്ട് നമ്മൾക്ക് കൂടുകളിലൊക്കെ ആക്കി അതിൻ്റെ സജ്ജീകരണത്തിൽ നമുക്ക് തരും. നമുക്ക് എത്ര ദൂരം വേണമെങ്കിലും നമ്മൾക്ക് പോയാലും ചീത്തയാകത്തില്ല എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും മീൻ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ വന്ന് വാങ്ങിക്കുവാൻ സാധിക്കും. പക്ഷേ വൃത്തിയാക്കണതിന് സെപ്പറേറ്റ് പൈസ കൊടുക്കണം. അങ്ങനെ കണ്ടോ, ജീവനുള്ള വരാലൊക്കെ കണ്ടോ. നിങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. എന്നാലും ഞങ്ങൾ പോയപ്പോൾ ആ കാഴ്ച നിങ്ങളെ കൂടി കാണിക്കുകയാണ്. എല്ലാ സ്ഥലത്തും പല സെക്ഷനുള്ളത് കാരണം, പല കടകളുള്ളത് കാരണം എല്ലാ കടകളിലും ധാരാളം മീൻ, പല വെറൈറ്റിയുള്ള, പല മുഴുപ്പിലുള്ള, ചെറുത് മുതൽ അങ്ങേറ്റം വരെ വലിയ മുഴുപ്പ് വരെയുള്ള മീനുകൾ ഇവിടെ ലഭ്യമാണ്.
ഇതുപോലെ വൃത്തിയാക്കി നമുക്ക് തന്നാൽ നമുക്കത് പെട്ടെന്ന് നമുക്ക് വീടുകളിൽ കൊണ്ടുപോയി കുറച്ച് വിനാഗിരിയോ ഉപ്പോ ഒക്കെ ഇട്ടൊന്ന് കഴുകി വൃത്തിയാക്കി നമുക്കത് കറി വയ്ക്കുവാനായിട്ടൊക്കെ സാധിക്കും. അത് വളരെ ഒരു നല്ല ഒരു നമുക്ക് വളരെ നല്ലൊരു സൗകര്യമാണത്. പക്ഷെ വെട്ടുന്നതിന് അഡീഷണൽ ചാർജ് വാങ്ങിക്കുന്നത് അത് എല്ലായിടത്തും ഉണ്ടോ ഇല്ലേ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഇവിടെ ഏതായാലും 1 കിലോ മീൻ നമ്മൾ വൃത്തിയാക്കണമെങ്കിൽ അവർക്ക് 20 രൂപ വെച്ച് കൊടുക്കണം. ഇഷ്ടമായോ നിങ്ങൾക്ക്? വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ആർക്കെങ്കിലുമൊക്കെ മീൻ ആവശ്യമുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഇവിടെ ചെന്നാൽ നമ്മൾക്ക് ഏത് തരത്തിലുള്ള മീൻ, കരിമീനൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയായിട്ട് ചെത്തി വൃത്തിയാക്കി, അതുപോലെ കാളാഞ്ചി, ചെമ്പല്ലി, വാളയൊക്കെ വൃത്തിയാക്കി നല്ല നിഷ്പ്രയാസം വൃത്തിയാക്കി പെട്ടെന്ന് അവർ തരും കേട്ടോ. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇവിടെ നിന്നാണ് പിടിക്കുന്നവർ. കണ്ടോ, കമ്പ് വലകളൊക്കെ ഉണ്ട് അവിടെ. അങ്ങനെ ഞങ്ങൾ മീൻ എടുത്ത് കൊടുത്തിട്ട് ഞങ്ങൾ വൃത്തിയാക്കി കിട്ടുവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.